സുധി എന്ത് വേണേലും പറഞ്ഞു. പക്ഷെ ഞാൻ സുധിയെ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ എത്രമാത്രം സുധിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് സുധിക്കും അറിയാവുന്നതല്ലേ. എന്നോടുള്ള ദേഷ്യത്തിന് എങ്ങനെയൊക്കെ പറയുന്നേ. നീ ഇവിടേക്ക് വരരുതായിരുന്നു. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നീ ചെയ്തൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇവിടെ കസ്റ്റമേഴ്സും സ്റ്റാഫും ഒക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ ഒന്ന് പോയേ. എന്താ എന്നെ ഒഴിവാക്കുകയാണോ? സുധിയുടെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുധി ആന്റിയെ ഭയന്ന് എന്നെ വിളിക്കാതിരിക്കുന്നെ, എന്നെ കാണാൻ വരാതിരിക്കുന്നതും. ഇപ്പൊ എന്നോട് പോവാൻ പറയുന്നത് പോലും അമ്മയെ ഭയന്നിട്ടാ. ചെറിയൊരു കള്ളം പറഞ്ഞതിന് എനിക്ക് ഇത്ര വലിയ ശിക്ഷ തരണോ? സുധിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ജീവിക്കാനുള്ള കൊതി കൊണ്ട്. നീ ഇവളെ വിളിച്ചു വരുത്തിയതാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് വന്നത്? ആന്റി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഞാൻ... നിർത്തടി. അമ്മേ പതുക്കെ, ഇതൊരു സ്ഥാപനമാ, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. ആ ബോധ്യം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഇവളെ നീ ആദ്യമേ വെളിയിലാക്കിയേനെ. ഇവളെ കാണരുത്, സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അമ്മേ, ഇവൾ ഇവിടേക്ക് കയറി വന്നതിനും ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇവിടേക്ക് വരുമെന്നും കള്ളക്കണ്ണീര് വീഴ്ത്തി ഇവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ വന്നത്. ആന്റി, കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയത്. ആന്റി, എനിക്ക് പറയാനുള്ള നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ എന്തിനാ കള്ളം പറഞ്ഞെന്ന് നിങ്ങളൊന്ന് അറിയണം. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. പറയേണ്ടതൊക്കെ ഞാനും നീയും വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീയുമായിട്ട് എന്റെ മോനും കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. ഇറങ്ങിപ്പോടി. ആന്റി പ്ലീസ് ആന്റി, ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോരുത്. എന്റെ മോനെ കാണുകയും ചെയ്യരുത്, സംസാരിക്കുകയും ചെയ്യരുത്. ആന്റി, സുധി താലി കെട്ടിയ സുധിയുടെ ഭാര്യയില്ലേ ഞാൻ? ഭാര്യ കെട്ടിയ താലി പൊട്ടിച്ചെറിയാനേ അവന് പറ്റും. കൂടുതലൊന്നും സംസാരിക്കണ്ട, ഇറങ്ങാൻ നോക്ക്. ആന്റി പ്ലീസ് ആന്റി. ഇറങ്ങാനല്ലടി നിന്നോട് പറഞ്ഞത്. പ്ലീസ് അമ്മേ, അമ്മേ പ്രശ്നം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. അമ്മേ പറഞ്ഞേ. അമ്മേ ഞാനൊന്ന് പറഞ്ഞു, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മേ ഇനി ഇവിടേക്കോ എന്റെ വീട്ടിലേക്ക് വന്നു പോരുത്. കൺമുഞ്ഞ് കണ്ടുപോരുത് എന്നെ. ഇറങ്ങി പോടി. പോടാ ഇങ്ങോട്ട്.